വൈരങ്കോട് സ്കൂൾ റോഡിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ അധികൃതർ ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. റോഡിലെ കോൺക്രീറ്റ് അശാസ്ത്രീയമായി ഉയർത്തിയതിനാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പറയുന്നു. റോഡിലെ കോൺക്രീറ്റ് അശാസ്ത്രീയമായി ഉയർത്തിയതിനാൽ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. വെള്ളക്കെട്ടിന് ശാസ്ത്രീയമായ പരിഹാരം കാണുന്നതിന് പകരം ചുറ്റുമുള്ള ആളുകളുടെ ഭൂമിയിലേക്ക് വെള്ളം തിരിച്ചുവിടുക എന്ന പഴയ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് SDPI തിരൂർ മണ്ഡലം അധ്യക്ഷൻ നിസാർ അഹമ്മദ് പറഞ്ഞു. ഒരു വികസന പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഒരു ആസൂത്രണമായ പദ്ധതി ഇല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കിയ ഈ വികസന പ്രവർത്തനം നാടിന് ശാപമായി തീരുമോ എന്ന് പ്രദേശനിവാസികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുള്ളത്. വെള്ളം ഒഴിഞ്ഞു പോവാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു വികസന പ്രവർത്തനമായി ഇത് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പദ്ധതി നടപ്പാക്കാതെ ഇത് നാളിതുവരെ നടത്തിയിട്ടുള്ള ഈ പൊടിക്കൈകളുടെ മാറ്റം വരുത്തി ശക്തമായ പദ്ധതി മുന്നോട്ട് വെക്കണമെന്ന് പാർട്ടിയും അതുപോലെ പൊതുജനങ്ങളും ആവശ്യപ്പെടുകയാണ്. വിഷയം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.